അയ്യോ! ഞാൻ സന്ധ്യ സമയത്ത് കഷ്ടകാലത്തിന് താഴോട്ട് ഇറങ്ങി ചെന്ന കേട്ടോ. എല്ലാം കൂടെ എൻ്റെ ചുറ്റിന് കൂടിയിട്ടുണ്ട്. കൂട്ടി കയറിയവളുമാർ വരെ ദാ വെളിയിലിറങ്ങി ഇപ്പം എൻ്റെ പുറകെ വരും. ഇവളുമാരെല്ലാം കൂട്ടി കയറി ഞാനൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പോയി തീറ്റയൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്ത കേട്ടോ. തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു. എല്ലാം വരുന്നേക്ക് കൊക്കൊക്കെ നിറഞ്ഞിരിക്കുക. എന്നിട്ടും ഈ ജന്തുക്കൾ എന്തോ ചെയ്യുമെന്നറിയാമോ? ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് എൻ്റെ പുറകെ അടങ്ങി വരും. ഈ BB3 കോഴികളുണ്ടല്ലോ, സന്ധ്യ സമയം ചിലപ്പോൾ ഒരു 3-4 പേര് മുട്ടയിടുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് മുട്ടയെന്ന് അവരുടെ അങ്ങ് പിറക്കാൻ കൂട്ടി കിടക്കണ്ട, രാവിലെ വരുമ്പോഴത്തേന് അതിനി ഇതാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആ ഫ്രഷ് മുട്ടയിൽ അങ്ങ് പിറക്കിക്കൊണ്ട് പോയേക്കാന്ന് കരുതി വന്നതാണ്. ഞാൻ ദണ്ട ആ കൂടിൻ്റെ ഒക്കെ അടുത്തോട്ട് പോകുമ്പോഴത്തേന് എൻ്റെ പുറകെ എല്ലാം കൂടെ വരുവാ കേട്ടോ. ദണ്ട എൻ്റെ BB3 കോഴിമക്കൾ ഇവിടെ നിൽക്കുന്നു. ഇവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവരെ എനിക്ക് എൻ്റെ സ്വത്തുക്കളാണ് ഇവർ. കാരണം ഇവരെ എനിക്ക് ഞാൻ കോഴി വളർത്തലിൽ നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ താങ്ങി നിർത്തി എൻ്റെ മക്കൾ അവരാ കേട്ടോ. അതുകൊണ്ടാണ് അവരുടെ കുട്ടി കുറച്ച് മുട്ട കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ പിറക്കി ഇവിടെ നിൽക്കും. അതിൻ്റെ ഈ മക്കളെയാണ് ഞാൻ ഈ അഴിച്ചു വിട്ട് നടത്താനിരിക്കുന്നവരെയാണ് കൊടുക്കാനായിട്ട് സെയിൽ പോസ്റ്റ് ഇട്ടിരുന്നത്. അവരെ കുറച്ച് പേരെ ഒരാൾ വന്നുകൊണ്ട് ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്. കാരണം ഇവരെ എനിക്കിവിടെ നിർത്താൻ പറ്റുന്നില്ലെന്ന് എനിക്കിവിടെ ഒരു കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ആ പണിയുടെ ഇടയ്ക്ക് ഇവരെ കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതാ അവരുടെ മുട്ടയാണ് ഞാൻ പറഞ്ഞില്ല, കൂട്ടിക്കിടന്ന മുട്ട. അതെ 2 BB3 ഉണ്ട്, അല്ലാതെ 2 മറ്റേ വെളിയിൽ നടക്കുന്ന കോഴികളുടെ ഉണ്ട്. അതേ പൊടിയായിരുന്നു, ഞാനത് തുടച്ചൊക്കെ അതുകൊണ്ട് എൻ്റെ കൈ തന്നെ പിടിച്ചില്ല. നിങ്ങൾ പറയത്തില്ല കോഴിക്കാഷ്ടമൊക്കെയാണ്. കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കതൊന്നും മടിയുള്ള കാര്യമല്ല. എൻ്റെ കയ്യിലൊന്നും എടുത്തെന്ന് കരുതി ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങ് എടുക്കും. ഇവരെല്ലാം ഇവിടെ എന്നെ ചുറ്റിപ്പറ്റി കൂട്ടി കയറിയവരാ. എന്നെ കണ്ടപ്പോൾ എൻ്റെ പുറകെ ഇറങ്ങി നടക്കുക കേട്ടോ. എനിക്കിവിടെ നിന്നൊരു കൊച്ചു കടയുണ്ട്. ആ കടയിലാണ് ഞാൻ ഈ മുട്ടയൊക്കെ കൊണ്ടുവച്ച് വിൽക്കുന്നത്. എനിക്ക് കടയിൽ സെയിലാകുന്നതിനേക്കാളും കൂടുതൽ ചേച്ചിമാർ വിളിച്ച് ഓർഡർ, ചിലർ 30, 40, 50 മുട്ടയൊക്കെ ഒന്നിച്ചങ്ങ് മേടിച്ചോളും കേട്ടോ. അങ്ങനെ ഇന്നത്തെ മുട്ടയാണ് ഈ പിറക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് കുറവാണ്, സാധാരണ ഒരു 60 മുട്ടയോളം ഡെയിലി കിട്ടുന്നതാണ്. പക്ഷേ ഇന്ന് 60 ഇല്ല, ഇന്നൊരു 10-50 മുട്ടയോളേ ഉള്ളൂ. അതോ ഇനി അമ്മ ഇടയ്ക്ക് കൊടുത്താന്നോന്ന് അറിയത്തില്ല ആർക്കേലും. എന്തായാലും എന്താ ഇന്നത്തെ മുട്ട കളക്ഷൻ ഇത്രയും ഉണ്ട്. ഇതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം. എൻ്റെ ചാനൽ ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.